മീനച്ചാർ വർഷമില്ല പൊളിയാ. ഈ മീനച്ചാർ ചുട്ടിയോന്ന് കമന്റ് ചെയ്യണേ. ഹലോ, ഹെഡ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗ് ഇട്ടപ്പോൾ സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു കുറേ പഴയ വ്ളോഗ് കൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഇനി ഇടണോ എന്ന് ഞാൻ ചിന്തിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കമൻ്റ് ഇട്ട്, ബെൻസി പഴയതായാലും പുതിയതായാലും കാണുന്നത് ഞങ്ങളല്ലേ, ഒരു കുഴപ്പവും ഇല്ല, ധൈര്യമായിട്ട് എഡിറ്റ് ചെയ്തിട്ടോന്ന്. അപ്പോൾ ഞാൻ പഴയ ക്ലിപ്സും പുതിയ ക്ലിപ്സും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് വ്ളോഗാക്കി നിങ്ങൾക്ക് ഒട്ടും ബോർ തോന്നാത്ത രീതിയിലാണ് ഞാൻ എഡിറ്റ് ചെയ്തിടുന്നത്. മറ്റേ നമ്മുടെ പച്ചരിയുടെ പുട്ടുകൊണ്ട് ചുമന്ന അരിയുടെ പുട്ടുകൊണ്ട് രണ്ടും പുട്ടല്ല പുട്ടുപൊടി, അപ്പോൾ രണ്ടും ചെയ്യാറുണ്ട്. കടലക്കറിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ പല വീഡിയോയിലും ഷെയർ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കടലക്കറിയാണ് ഞാൻ ഇവിടുന്ന് കൊടുക്കുന്ന ചിക്കൻ മസാല, ചിക്കൻ പൗഡർ ഉണ്ടല്ലോ, അതാണ് കടലക്കറിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ആഹാരം നന്നായിട്ട് കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്ന്. ഞാൻ ആഹാരം കഴിക്കാതെ ഇരുന്നത് എൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണ്. അത് ഇപ്പോൾ ഈ അച്ചാർ ബിസിനസ് തുടങ്ങിയ സമയം തൊട്ടുള്ളതല്ല, നേരത്തെ തൊട്ടേ അങ്ങനെയാണ്. ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഓവർ വർക്ക് ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കംപ്ലീറ്റ് ആയില്ല എങ്കിൽ ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ച് പോലും കഴിക്കത്തില്ല, അത് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു ബാഡ് ഹാബിറ്റാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാം, അതിൻ്റെ ദോഷവശങ്ങൾ അറിയാം. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എന്നെ ഫോൺ ചെയ്തു, മെസ്സേജ് ഇട്ടു. കുറേ പേർക്ക് എന്നെ കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി, കാരണം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ ഫോൺ ചെയ്തിട്ട് അധികാരത്തോടെ വഴക്ക് പറഞ്ഞവരുണ്ട്, നിനക്ക് ഇത്രയും ലോകപരിചയമുണ്ട്, ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ട്, എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ കാണിച്ചല്ലോ എന്ന്. അതായത് എൻ്റെ ചേച്ചിമാർ ഉപദേശിക്കുന്ന അതേ രീതിയിൽ എന്നെ ഉപദേശിച്ചവരുണ്ട്. ഈ ഒരു കാര്യം എൻ്റെ മൂത്ത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. കാരണം നിനക്ക് കേരളത്തിന് പുറത്ത് പോയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ആളുകളെ കണ്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, പല കാര്യങ്ങളും നിനക്ക് പ്രാക്ടിക്കലായിട്ട് അറിയാം, എന്നിട്ടും നീ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ചെയ്യുന്നു എന്ന് എൻ്റെ മൂത്ത ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ച അതേ ചോദ്യമാണ് ചിലരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ജീവിതത്തിൽ ഒരു അനുഭവം വരുമ്പോഴാണല്ലോ കുറച്ചുകൂടി സീരിയസ് ആവുന്നത് ആ കാര്യത്തിൽ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഞാനും കുറച്ച് സീരിയസ് ആയി എന്ന് പറയുന്നതാവും ശരി. ഇപ്പോൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അറിയാം, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും നമ്മൾ കുഴപ്പമില്ല എന്ന് ചിന്തിക്കും. അങ്ങനെ ആ ഒരു കാര്യം നമ്മൾ വീട്ടമ്മമാരൊരിക്കലും ചെയ്യരുത്. ഈവൻ ബിജീസ് കിച്ചൺ ആയാൽ പോലും മക്കൾക്ക് വെച്ച് കൊടുക്കും, ഡാഡിക്ക് വെച്ച് കൊടുക്കും, റൈച്ചാൻ്റെ കാര്യങ്ങൾ നോക്കും. അവളും സമയത്ത് ഫുഡ് കഴിക്കത്തില്ല. ഉച്ചക്കത്തേക്ക് 4 മണി 5 മണിക്കൊക്കെയാണ് അവളും കഴിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യരുതേ. പറഞ്ഞു ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ക്യാബേജ് തോരന് വേണ്ടി അരിഞ്ഞു, മീൻകറിയാണ്, മസാല എല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് ഇത് തിളയ്ക്കുമ്പോൾ അയലയാണ് കേട്ടോ. അപ്പോൾ ആ കഷ്ണങ്ങൾ അങ്ങോട്ട് പെറുക്കിയിട്ടിട്ട് അത് തിളച്ച് വറ്റിച്ചെടുത്താൽ മതി. മീൻകറിയൊക്കെ ധാരാളം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങൾ ഈ സമയത്ത് പറയുന്നത് കേട്ടോ. കാരണം റെസിപ്പി മാത്രം ഷെയർ ചെയ്യണ്ടല്ലോ, എൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരുണ്ട്. ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ട, നിങ്ങൾക്ക് ബോറാവും. അപ്പോൾ എന്തെങ്കിലും കാണാനും പറ്റും കേൾക്കാനും പറ്റും, ആ രീതിയിലാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമല്ലോ. അതാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ്, അതായത് വീട്ടമ്മമാരായിട്ടുള്ളവരാണ് കൂടുതലും സമയത്ത് ആഹാരം കഴിക്കാത്തതും നമ്മുടെ ശരീരം നോക്കാത്തതും. തീർച്ചയായിട്ടും 90% വീട്ടമ്മമാരായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്. നമ്മളുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് പലരും പറയാറുണ്ടായിരുന്നു ചുമരുണ്ടെങ്കിലേ ചാരാൻ പറ്റത്തുള്ളെന്ന്. അത് കറക്റ്റാണ്. ദയവ് ചെയ്ത് നിങ്ങൾ സമയത്ത് ആഹാരം ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇഡലി ആയിക്കോട്ടെ, അതെങ്കിലും കഴിക്കാൻ ശ്രമിക്കണേ. അപ്പൊ ഇത് അല്ല 300 എന്ന് പറയുന്നത് കുറയത്തില്ല. നിങ്ങൾ എന്നെ ചോദിച്ചു നോക്കി, എന്റെ കൂടെ വന്ന് നിങ്ങൾ ഇപ്പഴത്തെ നിങ്ങൾ ചോദിച്ചു, വയസ്സാണ് അമ്മമാർ, വയ്യാത്തൊരമ്മ കിടക്കുന്നില്ല ആ വീട്ടിൽ, ഒരു ഓടിട്ട വീട്ടിൽ, അവിടെ ആ വീട്ടിൽ കൊത്തി താഴെ വീട്ടിൽ കൊത്തി, ഇപ്പൊ കൊത്തിയിട്ടാണ് വന്നത്. അങ്ങനെ പറ്റിച്ചോട്ടെ ഒരു 50 അധികം വലിയ കോട്ടയെ കെട്ടാൻ പോന്നു. എല്ലാവരും വയറ്റികളൊക്കെ ഉള്ളു. 300 രൂപ എല്ലായിടത്തും അങ്ങനെയാ കൊത്തിയത്. ഇപ്പൊ അങ്ങനെ കായ വരെ ഇല്ല. ഓ എന്നെ പടം പിടിക്കുന്നു. എത്രയോ വിട്ട് പിടിക്കും കേട്ടോ, ഈ സൗണ്ട് കേൾക്കും. അതിനാണ് ഒരു പഴയ തുണി തുടക്കിട്ട് എൻ്റെ
എൻ്റെ കൊച്ചിലേക്ക് ഇത് സ്ഥിരമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലെ കല്ല് കൊത്താൻ വരുന്നത്, പിച്ചാത്തിരാകാൻ വരുന്നത്, പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കുകളോ കുപ്പികളോ ഒക്കെ കൊടുത്താൽ അവല് കിട്ടും. ഈ തമിഴ് നാട്ടിൽ നിന്ന് ഓരോരുത്തർ അവല് വിൽക്കാൻ വരുമായിരുന്നു. ഇപ്പം അതൊന്നും കാണാനേ ഇല്ല. എവിടെ താമസിക്കുന്നേ? നമ്മളിങ്ങനെ കുഞ്ഞിക്കോട്. ആ, കുന്നിക്കോട്. കൊട്ടാരക്കര അപ്പുറം. ആ, അറിയാം. നമ്മൾ പറവ എപ്പോൾ വന്നാലും അവിടെ കാണും. ഈ അരകല്ല് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ജോസാൻ്റെ അമ്മയുള്ള സമയത്തെങ്ങാണ്ട് കൊത്തിയതാണ് കേട്ടോ. ഒട്ടുമേ മൂർച്ചയില്ല. അത് കണ്ടിട്ട് ഈ കൊത്തുന്ന അമ്മ പറയായിരുന്നു, മോളെ ഇത് നാക്കിൻ്റെ അത്രയും പോലും മൂർച്ചയില്ലല്ലോ എന്ന്. അത് കുത്തുന്ന കണ്ടിട്ട് എനിക്ക് പേടിയായി കേട്ടോ. ആ കയ്യിലെങ്ങാണോ, എൻ്റെ ദൈവമേ. പുള്ളിക്കാരി അതേ നോക്കാതെ നമ്മുടെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എക്സ്പീരിയൻസ് ഈസ് ഓൾവേസ് എക്സ്പീരിയൻസ് അല്ലേ? അതല്ലേ എല്ലാവരും പറയുന്നത്, പ്രാക്ടിക്കൽ വേറെ എക്സ്പീരിയൻസ് വേറെയെന്ന്. ഇതിന് മൂർച്ചയില്ലാത്തോണ്ടാണ് ഞാൻ അരയ്ക്കാത്തത്. ഇതിന് അരയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അരയ്ക്കാത്തത്. ഇങ്ങനെ എങ്ങനെ മോളെ അരയത്തില്ല, ചതയ്ക്കാനേ പറ്റൂ. അങ്ങോട്ട് പോകണം. കൈയിട്ട് വരെ കിടക്കും. മിച്ചിനകത്ത് കുറച്ചു നേരം ഉള്ളു, പിന്നെ പാടായിരിക്കും. ഇതിന്റെ ടേസ്റ്റ് വേറെ അല്ലേ? അല്ല, കുന്നിക്കോട്. നമ്മൾ എപ്പോ വന്നാലും അവിടെ താമസിക്കും. എന്നിട്ട് ഇടയ്ക്ക് എപ്പോൾ വരും. ഓണത്തിന് ഇറങ്ങി. കുന്നിക്കോട്. കുഞ്ഞിക്കോടല്ല, അവനീശ്വരം. ലൈലാബിസ് അവിടെയാണ് നമ്മൾ സ്ഥിരം താമസം. ഓനെ പേരുണ്ട്. പിച്ചാത്തിലാവാൻ പോകും. പിച്ചാത്തിയൊക്കെ ആവുന്നത് ആവും. നമ്മളാവൂല, ഭർത്താവാവും. അത് അങ്ങോട്ട് വേറെ നെല്ലുകുന്നുണ്ടല്ലേ, അവിടെ രാവിലെ അവിടെ ഇറങ്ങി അങ്ങോട്ട് പോകും. ഇങ്ങോട്ടൊക്കെ വരും, ഫോണടുപ്പിച്ച് വരും. അതിൻ്റെ നടുക്കൊരു പൂവ് വരയ്ക്കണേന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പൂവും വരച്ചേ. നമ്മൾ നോക്കിയാൽ അളന്നെടുത്ത് വരച്ച കണക്കാണ്. ഒരിത്തിരി അങ്ങോട്ടും പോയിട്ടില്ല ഇങ്ങോട്ടും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൂവ്. കൊത്തിക്കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ പറഞ്ഞു, ചക്കക്കുരു ഉണ്ടെങ്കിൽ കുറച്ച് ചക്കക്കുരു ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം, അല്ലെ അരി ഉണ്ടെങ്കിൽ അരി, ഉപ്പോ ഇതൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ പറഞ്ഞു. അതിൻ്റെ പറക്കല്ലല്ലേ, അപ്പോൾ ആ മണ്ണ് അംശം പോകണമല്ലോ, അതിന് വേണ്ടി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എനിക്ക് ആ വർക്ക് ഏരിയ ഒന്ന് കഴുകി ഇറക്കണമായിരുന്നു. എല്ലാം കഴുകി ഇറക്കി ക്ലീനാക്കി. എല്ലാ ആഴ്ചയിലും ഞാൻ ഈ വർക്ക് ഏരിയ കഴുകി ഇറക്കാറുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഉച്ച കഴിഞ്ഞിട്ട് കഴുകി ഇറക്കി വൃത്തിയാക്കി നല്ലൊരു പൂവും കിട്ടി. ഇനി തൊട്ട് എനിക്ക് അരകല്ല് യൂസ് ചെയ്യാം. ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ കാബേജ് തോരൻ വെക്കാനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് ഞെരിടിയ ശേഷം ആ ക്യാബേജിനകത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം വെച്ച ശേഷമാണ് തോരൻ വെക്കാനായിട്ട് തുടങ്ങുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് ലാംഗ്വേജ്. ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടും എനിക്ക് എന്തോ പറയാനൊരു നാണംകേട്. അതേത് ഭാഷ അതുപോലാണല്ലോ. നമ്മൾ ആ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നാണക്കേടൊന്നും വിചാരിച്ചിരിക്കത്തില്ല. ഇപ്പം ഹിന്ദി പഠിച്ച കണക്ക് ആ നാട്ടിലായിരുന്നു എങ്കിൽ പഠിച്ചതിനെ. കേൾക്കുന്ന മനസ്സിലാവും കേട്ടോ, കുറച്ചൊക്കെ മനസ്സിലാവും. പക്ഷേ സംസാരിക്കാൻ നന്നായിട്ട് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പപ്പയ്ക്ക് കുറേ ലാംഗ്വേജസ് അറിയായിരുന്നു. അപ്പം തമിഴ് നന്നായിട്ട് അറിയാം. അന്നേ കാലത്തൊക്കെ വയലായിരുന്നല്ലോ ഞങ്ങളുടെ വീടിൻ്റെ താഴെ. അപ്പോൾ ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ട് താറാവിനെ കൊണ്ടുവരുമായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്. അപ്പം ഞങ്ങളുടെ അയ്യത്തൊക്കെ ആയിരുന്നു കൂടടിച്ചിടുന്നത്. അവർ തമിഴാണല്ലോ. അപ്പോൾ അന്ന് തൊട്ടേ, അതിന് മുമ്പ് തൊട്ടേ അപ്പം അവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ് തമിഴ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് ലാംഗ്വേജ്. എന്ത് നല്ലൊരു എന്താ പാട്ട് പാടുന്ന രീതി, നല്ല റിതമല്ലേ അവരുടെ സംസാര രീതി. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ മീൻകറി നന്നായിട്ട് വറ്റിച്ചെടുത്തു. അതിനുശേഷം തോരൻ വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഇളക്കി വെച്ചിരിക്കുന്ന എല്ലാം അതിനകത്ത് മിക്സ് ആണല്ലോ. ഉപ്പ് മാത്രമേ ഉള്ളൂ ഇടാത്ത. ഉപ്പ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയ ശേഷം അടച്ചു വെച്ച് വേവിച്ച് ആവി വന്നതിന് ശേഷമാണ് ഉപ്പിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ വെള്ളം വറ്റാനായിട്ട് ഇങ്ങനെ വെച്ചതേ.
അപ്പോൾ ഈ വീഡിയോ കുറച്ച് പഴയതാണ്. ഈ വർഷത്തെ ലാസ്റ്റ് ചക്കവരട്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് ആരും എൻ്റെ അടുത്ത് ചക്കവരട്ടി ഇത് ചോദിക്കരുതേ, സ്റ്റോക്കില്ല, തീർന്നു, ഇനി അടുത്ത വർഷമേ ഉള്ളൂ. ഈ വീഡിയോ എടുക്കുന്ന ദിവസം മെഫിനും സെഫിനും സ്കൂൾ അവധിയായിരുന്നു. രാവിലെ തൊട്ടേ പറയുന്നുണ്ട്, അച്ചാച്ചാ നമുക്ക് ചക്കയെടുത്താകുമ്പോൾ അച്ചാച്ചാ പോവാം. അങ്ങനെ ജോസാനും മെഫിനും സെഫിനും എല്ലാവരും കൂടെ ചക്കയെടുത്തലായിരുന്നു ഈ ദിവസം. അതിനുശേഷം ഇവിടെ എന്തൊക്കെയാണോ കാണിച്ചത്, വണ്ടി കഴുകലേ, കുളിക്കൽ, എവിടെവരായി കാര്യങ്ങൾ? അവന്റെ കയ്യിൽ മൊത്തം പോയോ? അവനെ കുളിപ്പിക്കാൻ പോകട്ടെ. എന്നെ മാത്രമല്ല ഇവിടെ എല്ലാരും തോട്ടിയാണ് കുളിക്കാൻ പോവാണ്. ആ, നെല്ലിക്കുന്നം തോട്ടിൽ പോയി കുളിക്കാൻ പോവാണ്. കല്യാണ അമ്പലത്തിന്റെ അവിടെ. ജോസന്റെ കാലയിലൊക്കെ ഇത്ര ആയിരുന്നു. ചക്കയടത്തൽ മഹോത്സവം കഴിഞ്ഞു. അവിടെ കഴുകി ഇറക്കാൻ പോയി ഞങ്ങൾ ഉച്ച കഴിഞ്ഞു. അത് കഴിഞ്ഞ് വെച്ചാൽ മതി. നമ്മള് ഓരോ പടകൾ കേറി ഏറ്റവും കൂടുതൽ ഞാനും കാലിൽ നിന്ന് അകത്തി എല്ലാം കൂടെ വെച്ച്. അതാണ് എന്റെ ഇത്ര അടുത്ത് അതൊരു ചേച്ചിയെ ഭയങ്കര ഞാനും കൂടെ വിറയ്ക്കുക. അരക്കുകളയൽ മഹോത്സവം. അത് വെളിച്ചെണ്ണ ഒരു തുണി തുടയ്ക്കണം കയ്യ്, അല്ലാതെ നനയ്ക്കരുത്. തരാം. നമ്മളിപ്പോ എന്തായാലും കുടിച്ച് കണ്ടു നമ്മള് ഇത് മുളച്ച് 2 സ്കൂട്ടർ ഒന്ന് കഴുകാൻ പോവാ. ഓ, ഇരുന്നും കിടന്നും ഒക്കെയാണ് ഇവിടെ. അല്ലേ, സെഫിൻ മൊത്തത്തിൽ കുളിച്ച് നിൽക്കുക. അതുപോലെ മെഫിനും ജോസാനും അതിൻ്റെ അപ്പുറം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയുന്നുണ്ട്, മതി, അധികം വെള്ളത്തിൽ കളിക്കണ്ട, പനി പിടിക്കും, കയറ്, വെയിലും ഉണ്ട്. എവിടെ അവർക്കൊരു എന്താണ് ഉത്സവം പോലായിരുന്നു. പ്രത്യേകിച്ച് സെഫിന് എന്തൊക്കെ ചെയ്യണമെന്ന് അവന് തന്നെ അറിയത്തില്ല. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ സ്കൂളിൽ പോക്ക്, ട്യൂഷനും എല്ലാം കൂടെ ആകുമ്പോൾ അവന് സമയം കിട്ടുന്നില്ല. മൂന്നാമത്തെ വട്ടി ഇപ്പൊ കഴിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം തീരാറായി. ഇനി ഞങ്ങള് ഇവിടെ നിന്ന് കുളിച്ചിട്ട് ഡ്രസ് മാറിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ വരും. നമുക്ക് ഇതെല്ലാം കഴിക്കുന്നത് കഴിക്കുന്ന വീഡിയോയിലോട്ട് പിന്നെ കാണാം. നിന്റെ താരി കൂടെ വണ്ടിയാണോ ഓടിച്ചേ? ക്ലിയറായോ? നമുക്ക് കുളിക്കാം. ആരെങ്കിലും ഓസി ഇങ്ങനെ കുളിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. പാപ്പൊന്ന് ഉണ്ടോ? വീട്ടിൽ പോയാ ഇല്ല. മീനച്ചാർ രക്ഷയില്ല, പൊളിയാ. ഈ മീനച്ചാർ ചുട്ടിയോന്ന് കമന്റ് ചെയ്യണേ. എടാ, കേൾക്കുന്നവര് വിചാരിക്കും, അല്ല, കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ മനഃപൂർവ്വം പറയിപ്പിച്ചു തന്നവനെ കൊണ്ട്. അവൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാ കേട്ടോ. പൈസ കൊടുത്ത് പറയിപ്പിച്ചല്ല, നമ്മള് ഫ്രഷ് മീനല്ലേ ഇപ്പൊ എടുക്കുന്നത്. അപ്പം തന്നെ പിടിച്ചോണ്ടിരിക്കുക, അപ്പം തന്നെ ഇന്നത്തെ തോരൻ മൊത്തം തീർന്നു. തീരട്ടെ. ആ ചട്ടിയിലാണ് തോരൻ മൊത്തം തീർന്നില്ല. വേണോ നിനക്ക് തോരൻ? വേണോ മെഫിന്? വേണോ? അയ്യോ വേണ്ട, ഞാൻ ഇതിനെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. സെഫിൻ കഴിക്കുന്നത് നല്ല രസം കാണാൻ.
എന്തുവെന്നറിയാവോ? അതല്ല, അവൻ സൈഡിൽ നിന്ന് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് എല്ലാം കൂടെ കൂട്ടി ഇളക്കത്തില്ല. ഇച്ചിരി എടുത്തേ കഴിക്കൂ. ഞാൻ പറഞ്ഞ ഭയങ്കര നല്ല രസമാവും കഴിക്കുന്നതാണ്. ഞാൻ കഴിക്കുന്നേ ആവശ്യത്തിന് മാത്രം അവനിട്ട് ഇളക്കിയിട്ട് വീണ്ടും സൈഡിൽ നിന്ന് എടുത്ത് ആവശ്യത്തിന് മാത്രം ഇളക്കി കഴിക്കും. ഇത് ഞങ്ങളുടെ റെഡ് ലേഡി പപ്പായ. ഞാൻ നേരത്തെയും പല വ്ളോഗിലും കാണിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഞങ്ങൾക്ക്, ഓരോ ദിവസമല്ല കേട്ടോ, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുത്ത പപ്പായ കിട്ടാറുണ്ട്. ഇതിൽ നിന്ന് മാത്രമല്ല, ഞാനിപ്പോൾ പപ്പായയിൽ സ്വയം പര്യാപ്തയാണ്. പപ്പായ മരം കുറേ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പഴുത്തത് കിട്ടാറുണ്ട്. തോരൻ വെക്കാനായാലും കറിയായാലും. ആദ്യമൊക്കെ ബോംബെയിൽ നിന്ന് വന്ന സമയത്ത് ഭയങ്കര കൊതിയായിരുന്നു ഒരു ഓമയ്ക്കൊക്കെ. ഓമയ്ക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എത്രക്കെന്ന് വെച്ചൊക്കെയാണ് നമ്മൾ അടുത്ത വീടുകളിൽ പോയി ചോദിക്കുന്ന ഒരു മര്യാദയില്ല. എന്നും പോയി ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം സ്വന്തം മുറ്റത്തായപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, ദൈവമേ പപ്പായമരം ഉണ്ടെങ്കിൽ എന്നും ഞാൻ കറി വെച്ചേനെ, തോരൻ വെച്ചേനേന്ന്. പക്ഷേ ഇപ്പം സ്വന്തം മുറ്റത്തായപ്പോൾ എന്നും തോരൻ വെപ്പും കറി വെപ്പൊന്നും ഇല്ല. എങ്കിലും പറ്റുന്നിടത്തോളം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ തോരൻ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് സെഫിനും മെഫിനും ഒപ്പം ഇരുന്ന് കഴിക്കാൻ വരുന്നത്. ഒരാൾ കോളേജിൽ പോകുന്നു, ഒരാൾ സ്കൂളിൽ പോകുന്നു. 2 പേർക്ക് സമയം കിട്ടാറില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വ്ളോഗ് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് അറിയില്ല. എന്തുണ്ടെങ്കിലും കമൻ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.